സുമിത്ര നീ ഒറ്റയ്ക്കേ ഉള്ളോ? ആ ഞാനൊന്ന് ജോത്സിനെ കാണാൻ ഇറങ്ങിയതാ ചേച്ചി. ആണോ? അത് ശരി. വിഷ്ണുവിന്റെ കല്യാണം വല്ലതും ശരിയായോ? ഓ കല്യാണം ഒന്നുമല്ല ചേച്ചി. എനിക്കങ്ങ് വെയിലത്തുനിന്ന് വന്നോണ്ടേ പരതാകം എടുക്കുന്നു. ഇച്ചിരി കഞ്ഞോളാണ് ഇങ്ങടത്തെ. കഞ്ഞോളല്ലേ? ചായ എടുക്കട്ടെ? ആ ചായ ആയാലും മതി. ചായ തരാം. ഓ അവൻ ആലോചനകളൊന്നും വരുന്നുണ്ട് ചേച്ചി, ഒന്നും ശരിയാവുന്നില്ല. ഇവിടുത്തെ വരുണിന്റെ പ്രായമല്ലേ, അവന്റെ സമയം ശരിയല്ലെന്നേ. ഇപ്പം പരിഹാരത്തിനായിട്ടേ തിരുമേനി കുറച്ച് പൂജകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം. പിന്നെ വരുണിനെ പോലെ പ്രേമിച്ച് കെട്ടാനൊന്നും അവനെ കൊണ്ട് പറ്റത്തില്ല. അത് തന്നെയല്ല അവനത് ഇഷ്ടമല്ല. എടി കല്യാണമൊക്കെ അതിന്റെ സമയമാകുമ്പോ നടക്കും. നീ ചുമ്മാ ടെൻഷൻ അടിക്കാതെ, എല്ലാം നടക്കും. ചായ കുടിക്ക. ചേട്ടൻ എന്ത് ചേച്ചി? കടയിലാടി, ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. ഓ കൂടപ്പറപ്പാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ചേട്ടന് കടാന്ന് ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ഒരു പെങ്ങള വിളിച്ച് എന്തെങ്കിലും വിശേഷങ്ങൾ ഒന്ന് ചോദിക്കാനേ. അതിനെന്തിനാ? ചേട്ടന്റെ വിശേഷങ്ങൾ അറിയണമെങ്കിലേ ഞാൻ ഇങ്ങോട്ട് വരണം. അതെ, ചേട്ടൻ വരുമ്പോ ഞാൻ പറയാൻ കേട്ടോ. പരാതി പറഞ്ഞെന്ന്. അയ്യോ വേണ്ട വേണ്ട. ചേച്ചി വിദ്യ വിളിക്കാറുണ്ടോ ചേച്ചി? പിന്നെ എന്നും വിളിക്കും. പക്ഷെ ഇപ്പൊ നമ്മളെ ഒന്നും അല്ല വിളി, ധന്യമോളയാ. എടി അവര് നാത്തുമാരെ പോലല്ല, സ്വന്തം അനിയത്തിയെ പോലാ കാണുന്നേ അവളെ. ഓ വന്ന സമയം കൊണ്ട് മരുമോളെല്ലാരും കയ്യിലെടുത്ത്. എടി അവൾ കൊച്ചു പിള്ളാരെ പോലെ ഇപ്പോഴും പെരുമാറുന്നേ. കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ ഈ പ്രായത്തിൽ ഞാൻ 2 മക്കളുടെ അമ്മയായി. അതിന് നീ ഇപ്പോഴും ഞങ്ങൾക്ക് കൊച്ചല്ലേ? ഓ നമുക്കൊക്കെ പ്രായമായില്ലേ ചേച്ചി. എനിക്ക് വിഷ്ണുവിന്റെ കല്യാണം ഒന്ന് കണ്ടാൽ മാത്രം മതി ചേച്ചി. പിന്നെ പുതുമോടികൾ ഇവിടെ ഇല്ലല്ലോ. എവിടോ ടൂർ പോയേക്കോന്ന് വിഷ്ണു പറഞ്ഞു. അവരെ മൂന്നാറ് പോയേക്കുവാ, ബൈക്കല്ലേ പിള്ളേരെല്ലാരും കൂടെ. അവരുടെ ഒരു സന്തോഷമല്ലേ, പോട്ടെ. അവരുടെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിരുന്നോ? ബന്ധുക്കളും നാട്ടുകാരൊക്കെ അവളെ പറ്റി അത് ഇതൊക്കെ പറയുന്നുണ്ട്. ആര്? ധന്യമോളെ പറ്റിയോ? അതെ, ഇവളെ വരുണിന്റെ കൂട്ടുകാരന്റെ കൂടെ തോളി കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ ഫോണിലിട്ട് എല്ലാരും കണ്ടു. ഒന്നും അല്ലല്ലോ, ഇവള് കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ ചേച്ചി. കൂട്ടുകാരന്റെ തോളി കയറിയാണോ നടക്കുന്നത്? ചേച്ചി ഇതൊന്നും ഈ ഫോട്ടോ ഒന്നും കാണുന്നില്ലേ? ഇല്ലടി, ഞാനിതൊന്നും കണ്ടില്ല. എന്നെ വിഷ്ണുമോനാ കാണിച്ചത്. അവനാണെങ്കിൽ ഇവളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഞാൻ അന്ന് പെണ്ണ് കാണാൻ പോയപ്പോഴേ പറഞ്ഞ ഇവക്ക് ഇച്ചിരി ഇളക്കം കൂടുതലാന്ന്. അന്നാരും പറഞ്ഞത് കേട്ടില്ലല്ലോ. ഇപ്പം കണ്ട. എടി അങ്ങനൊന്നും അല്ല. അവള് ഞങ്ങളെ കാണുന്നത് സ്വന്തം അച്ഛനെ അമ്മയെ പോലെ. ഞങ്ങളോടും ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഒക്കെ അവള് സ്നേഹം പ്രകടിപ്പിക്കുന്നേ. പിന്നെ ഭർത്താവിന്റെ കൂട്ടുകാരനെ കെട്ടിപ്പിടിക്കുന്നതിനെ നാട്ടുകാർ വേറെ പേരാ പറയുന്നത്. ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചു. ഇല്ലെങ്കിലേ വരുണിന്റെ ഭാര്യ കൂട്ടുകാരന്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് കേക്കാം. അന്നേരം കരഞ്ഞു പിരിഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ പറഞ്ഞേക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എടി നിക്കടി, ചേട്ടൻ വന്ന് കണ്ടിട്ട് പോവാ. ഓ ചേട്ടനെ കാണാൻ ഞാൻ നിൽക്കില്ല. ചേട്ടൻ എന്നെ കാണിക്കാൻ അങ്ങോട്ട് വരട്ടെ. എനിക്ക് സപ്ലൈകോവിൽ പോകണം ചേച്ചി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ പോയിട്ട് വരട്ടെ. ശരി. നിന്റെ മോന്ത എങ്ങനെയാണ് വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ഒന്നും ഇല്ലാതിരിക്കൂലല്ലോ. പിള്ളേർ വന്നില്ലേ? അരമണിക്കൂർ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, എത്തുമെന്നും പറഞ്ഞു. ഇതുവരെയും വന്നില്ല. അവരെ അടിച്ചു പിടിക്കട്ടെന്ന്. സാധിക്കുമെങ്കിൽ അടുത്ത പ്രാവശ്യം അവരെ കൂടെ നമുക്ക് ബുള്ളറ്റ് കയറി പോവാം. എന്ത്? പിന്നെ ബുള്ളറ്റേ കയറിപ്പോ ഇപ്പൊ തന്നെ എനിക്ക് നടുവേദനയാ. നീ ബുള്ളറ്റേ കൂടെ കയറാഞ്ഞിട്ടാ. ഇതാണ് കുഴപ്പം കേട്ടോ. എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്യണ്ടേ? ഇതിലേ ആ ഇൻസ്റ്റഗ്രാമോ ഇല്ലേ, അതൊന്നും എടുക്കാവോ? ഇൻസ്റ്റഗ്രാമോ അല്ല മണ്ടി, പിന്നെ ഇൻസ്റ്റാഗ്രാം. അത് തന്നെ, ഗ്രാമോ അല്ല. അതൊന്നും എടുത്തതാ എനിക്ക്. ഇത് പഴയ ഫോണാണ്, അത് ടച്ച് ഫോൺ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്തൊരു കഷ്ടമാന്ന് പറയണേ. നിങ്ങൾ മാത്രം ഫോൺ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നാ മതിയോ? എനിക്കും വേണം. എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ട്, ഞാൻ അക്കൗണ്ട് ഒന്നും തുറക്കാറില്ല, മനസ്സിലായ? എന്നാ അതൊന്ന് കാണിച്ചേ. നിനക്കെന്തിനാ ഇൻസ്റ്റാഗ്രാം? അതെ, പിള്ളേർ ഏതാണ്ടൊക്കെ ടൂറിന്റെ ഏതാണ്ടൊക്കെ പടം ഇട്ടിട്ടുണ്ടെന്ന് സുമിത്ര വന്നപ്പോ പറഞ്ഞായിരുന്നു. ഒന്ന് കാണാനോ, ഒന്ന് എടുക്കുന്നു. സുമിത്ര വന്നായിരുന്നു? അവള് രാവിലെ വന്നു. ചേട്ടൻ വന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞപ്പോ അവള് കേട്ടില്ല. ഓ അത് ശരി.
പിള്ളേർ വന്നെന്ന് തോന്നുന്നു കേട്ടോ. ആ ആ നോക്കാം. ഇങ്ങനെ പോയപ്പെടുത്തില്ലേ ആ ഫോട്ടോയുടെ കാര്യം ഞാൻ പറയണത്. അവിടെ ഒരു മരം ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾ ആരും ഫോട്ടോ എടുത്ത് തന്നില്ലല്ലോ. ഇത് ഇവരോട് ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞതാ. അല്ല പിന്നെ ആ ഹായ് അമ്മേ, അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പം അടുത്ത മാസം മണാലി. ഓക്കെ, ഹായ് വാ അടിപൊളി. അനിച്ചേട്ടാ ദേ വരു വന്നില്ലെങ്കിലും ഞാൻ ഉണ്ടാവേ. പിന്നെ അല്ലാതെ ഇവളെ കൊണ്ടുപോണ്ട, നമുക്ക് മാത്രം പോവാം. അതാ നല്ലത്. നടന്ന തന്നെ എടി എടാ, ഇവള് വന്നാലേ മൊത്തം കലവിലാണ്. നീ ഒരു കാക്കയാണോന്ന് എന്റെ സംശയം. പെണ്ണുങ്ങളല്ല ഇങ്ങനെയാടാ. നീ ഒരു പെണ്ണ് കേട്ടുമല്ലോ, അപ്പൊ ഞാൻ തരാട്ടെ ഇതിനുള്ള മറുപടി. തരണേ. തരാ. അനീഷേട്ടാ എന്നെയും കൊണ്ടുപോണേ. പിന്നെ നീ ഇല്ല, നമ്മൾ പോകും. നിനക്ക് പ്രാന്താടാ. താങ്ക് യു അനീഷേട്ടാ. വരൂ, ഞാൻ കണ്ടു ഇങ്ങനെ ഇങ്ങനെ ആക്കിയത്. അമ്മേ ട്രിപ്പ് അടിപൊളിയായിരുന്നു അമ്മേ, സൂപ്പർ ട്രിപ്പായിരുന്നു. സത്യമാണ്. ട്രക്കിങ്ങിനൊക്കെ പോയി അമ്മേ ഞങ്ങള്. അവള് പറയണ കേട്ടാ ഭയങ്കരമായിട്ട് അവൾ അങ്ങ് എൻജോയ് ചെയ്തത്. പേടിച്ചിട്ട് തിരിച്ചു വരാൻ നിന്നതാണ് സത്യം പറഞ്ഞ. സത്യം. അത് പിന്നെ അമ്മ ഈ കൊക്കയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോ നമുക്ക് പേടിയാവൂലേ? കൊക്ക ഇവളെ കണ്ട് പേടിച്ചാണ്. എന്തിന്റെ കേടാണ് അന്റെ. പിന്നെ അമ്മേ കഴിക്കണ്ട അമ്മേ, ചിക്കൻ ഒക്കെ ഉണ്ടോ? ആ ഉണ്ട്. ചിക്കൻ ചിക്കൻ കഴിച്ചിട്ട് പോകാനാല്. അതെ, ഈ കഴിപ്പ് മാത്രം പോരാ, അതെങ്ങനെ വയ്ക്കണേന്നും കൂടെ പഠിക്കണം. അതെനിക്ക് അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുമല്ലോ. അല്ല അമ്മ ഉണ്ടാക്കാൻ ഇപ്പൊ പഠിപ്പിക്കണമെന്നൊന്നുമില്ല, നോക്കിയും കണ്ടുമൊക്കെ തന്നെ തന്നെയും പഠിക്കാം. അമ്മ ഇവള് കുക്ക് ചെയ്യുന്ന ദിവസം എന്നോടൊന്ന് പറയണേ, എന്താ ഈ പരിസരത്തേക്ക് വരാണ്ടിരിക്കാം. അത് ക്ലീഷേ ഡയലോഗ്. അപ്പൊ എല്ലാവരും നിന്റെ അടുത്ത് പറയാറുണ്ടല്ലേ? എന്റെ അടുത്തല്ല, കോമൺ ആയിട്ട് ഇങ്ങനെ പറയുമ്പോ എല്ലാവരും ഇങ്ങനെ മറുപടി പറയാ. അശേ അതെ നോക്ക്, നാളെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് നല്ല അസല് ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കും. അത് കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ട്. നിനക്ക് തരില്ലടാ. എനിക്ക് വേണ്ട. ചേട്ടന് തരാം. നിനക്ക് തരില്ലടാ. നിനക്ക് തരില്ലടാ. തരണ്ട അമ്മ എന്നോട്. അതില്ല. വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് കഴിച്ചിട്ട് പൊക്കോ. എടുത്തേക്ക് അമ്മ ഫുഡ് കഴിക്കാം. അമ്മ നാട്ടൊക്കെ വാങ്ങിച്ചിട്ട് പോയ നല്ല ചൂട് വെള്ളത്തിൽ. എനിക്ക് ലെഗ് പീസ്. നിനക്കല്ല ലെഗ് പീസ്, എനിക്കാ ലെഗ് പീസ്. അയ്യാടാ, ഇത് ലെഗ് പീസ് എടുത്തോണ്ടല്ലോ കൈ വെട്ടി. എടാ ഈ പിക്ക് എങ്ങനെയുണ്ട്? പോസ്റ്റ് ചെയ്യട്ടെ. ഇതിൽ ഞാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. പോസ്റ്റ് ചെയ്ത ഞാൻ നല്ല ഭംഗിയുണ്ട്. രസല്ലേ? വരൂ, ഇത് കണ്ട ഓർമ്മയുണ്ട മോളെ? ഫോട്ടോസ് നോക്കിയേ. ടൂറിന്റെയാണോ? അടിപൊളിയല്ലേ? ഇത് ഞാൻ വീഴാൻ പോയപ്പോ എടുത്ത ഫോട്ടോ. അപ്പുറത്താരാ? അതാ അനീഷേട്ടൻ. അതിന്റെ അപ്പുറത്ത് അവിടുത്തെ ഏതോ ഒരാളാണ്. ശരി. ഈ ജിഷ്ണുവിനെ അനീഷിനെയൊക്കെ മോക്ക് നേരത്തെ അറിയാവോ? പിന്നെ ഞങ്ങൾ പ്രേമിച്ചോണ്ട് നടക്കുമ്പോ അവരല്ലായിരുന്നോ ഹംസന്മാര്? പണ്ട് ഇവളുടെ സഹോദരൻ അടിക്കാൻ വന്നില്ലേ, അപ്പൊ ഇവരാണ് ആ കേസൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തത്. സത്യം. പിന്നെ ഞങ്ങൾ അടുത്ത മാസം മണാലി ട്രിപ്പ് പോകട്ടെ. ആരൊക്കെയാ പോന്നെ? ഞാന്, അനീഷ്, ജിഷ്ണു, പ്രദീപ്, ചിലപ്പോ സന്ദീപ് ഉണ്ടാവും. സന്ദീപിന്റെ ഭാര്യ ഉണ്ടോ? അവക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, പ്രഗ്നന്റ് അല്ലേ ഇപ്പം. അപ്പം നിങ്ങള് 4 ആമ്പിള്ളാരും പിന്നെ ഇവളൊരു പെണ്ണും നിങ്ങളാണ് ട്രിപ്പിന് പോകുന്നത്? അതിനെന്താ? അല്ല, ഈ മണാലി എന്നൊക്കെ പറയുന്നത് ഒരുപാട് ദൂരെയല്ലേ? അവിടെ പോയിട്ട് ഇപ്പൊ ഇവക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഒരു ആവശ്യം വന്നാൽ ആരുണ്ട് സഹായത്തിന്? എന്റെ അമ്മ, അതിനല്ലേ ഞാനും കൂടെ പോണം അവളുടെ. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. നീ കൂടെ പോന്നു, നിനക്ക് നിന്റെ കാര്യം തന്നെ നോക്കാൻ അറിയാൻ വയ്യ. ഈ പിന്നെ വേറെ ആളുടെ കാര്യം നോക്കാൻ പോന്നെ. അങ്ങനെ പോണ്ട. ഈ 4 ആമ്പിള്ളാരും ഇവള് മാത്രമായിട്ട് ട്രിപ്പിന് പോണ്ട. എന്റെ പൊന്നമ്മ, അത് ആലോചിച്ച് വറീഡ് ആവണ്ട. ഇങ്ങനെ എന്നെ നോക്കിയില്ലെങ്കിലും അനീഷേട്ടനെ നോക്കിക്കോളും. അനീഷേട്ടൻ നല്ല ബ്രോ ആണ്. അല്ല, അതെ, ഈ ട്രിപ്പിന് നമുക്ക് പിന്നെയും പോകാം. ഇപ്പം വിദ്യയൊക്കെ വരുന്നുണ്ടല്ലോ, വിദ്യയും കുഞ്ഞും രാഹുലും എല്ലാവരും കാണും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമല്ലോ ട്രിപ്പിന്. അയ്യോ അമ്മ, മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്താ പിന്നെ വിദ്യേച്ചിക്ക് അടുത്ത വർഷമല്ലേ വരുള്ളൂ. അപ്പൊ നമുക്കൊന്നും കൂടി പോവാലോ അല്ലേ? മണാലി അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ ഈ 4 ആമ്പിള്ളാരും നീ മാത്രമായിട്ട് ടൂറിന് പോകണ്ട, അത് ശരിയല്ല.
അമ്മ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കും. ഒന്നില്ല ആ പയ്യന്മാരുടെയൊക്കെ ഭാര്യമാര് വേണം, അല്ലാതെ എങ്ങനെയാ പോകുന്നത്? അതിന് അവന്മാർ കെട്ടിയിട്ടില്ലല്ലോ. നീ കെട്ടിയല്ലോ ഇല്ലേ? അപ്പൊ നീ അത് മനസ്സിലാക്കിയാ മതി. പോണ്ടാന്ന് പറഞ്ഞാ പോണ്ടാന്ന്. എന്തമ്മ വരുണേ, ഒരു കാര്യം നീ ഓർത്തോ, അമ്മ പറയുന്നതിൽ എന്തേലും കാര്യം കാണും. പോണ്ട, അത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അല്ല അമ്മ പോടാ. അമ്മ എന്താ ഇങ്ങനെ? ഒരു പിടിയും കിട്ടണില്ലല്ലോ. ടെൻഷൻ ആവണു. എനിക്ക് നിങ്ങളുടെ കൂടെ മണാലിക്ക് വരാൻ പറ്റൂലേ? അതൊക്കെ നമുക്ക് പോവാന്ന്. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഞാനേ ബിന്ദുവിനെ പോയി ഒന്ന് സോപ്പിട്ടിട്ട് വരാം. എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. നീ ഒന്ന് അടങ്ങിയിരിക്കുമ്പോണ്ടേ, ഞാൻ പോയിട്ട് വരാം. ബിന്ദു. ചേട്ടാ. ചേട്ടൻ കേട്ടോ, ഞാനാ. ഇപ്പോടെ ഇറക്കാം എന്റെ പാട്ട്. തമാശയും കൊണ്ട് വന്നിരിക്കുന്നു. എന്ത് പറ്റിയ ഒരു ഗൗരവം ബിന്ദുവിന്? എന്റെ കയ്യിൽ നിന്ന് വല്ല മേടിക്കും കേട്ടോ. അയ്യോ, ടെറർ മോഡാണല്ലോ. ആ അല്ല, അമ്മ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, അല്ലാതെ കരയണോ? ദേഷ്യം വരാനുള്ള കാര്യം പറ. എന്തു പറ്റി? എന്ത് പറ്റി? ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നു. മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. എൻ്റെ അമ്മ ഇങ്ങനെ കിടന്ന് പിറുകൊടുത്തോണ്ടിരുന്ന ഞാൻ എങ്ങനെ കാര്യം അറിയണത്? നിന്നെ കേൾപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? അത് പറ. ആ, അങ്ങനെ കാര്യം ചോദിക്കും. ഈ മണാലി ട്രിപ്പ് ഏകദേശം ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവളെ കൊണ്ടുപോകാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ അതവക്കൊരു ബുദ്ധിമുട്ടാവൂലേ അമ്മ? അപ്പം നീയും പോണ്ട. അപ്പം പ്രശ്നം തീർന്നില്ലേ? അമ്മ ചെറുക്കാത്തേ, ലോകം ചുറ്റി നടക്കാനാണോ കല്യാണം കഴിച്ചത്? നിനക്ക് ജീവിക്കൊന്നും വേണ്ടേ? അമ്മ, ഞങ്ങൾ കല്യാണം കഴിച്ചത് ലോകം ചുറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം ജോലിക്കൊന്നും പോകാൻ ഉദ്ദേശമില്ല, ലോകം ഇങ്ങനെ ചുറ്റി നടക്കുക. അല്ല, അതിനല്ലേ യൂട്യൂബ് ചാനൽ. അതായത് ഇപ്പോഴത്തെ ജോലി ഞാൻ അങ്ങ് റിസൈൻ ചെയ്യും. എന്നിട്ട് യൂട്യൂബിൽ വ്ളോഗ്സ് ഒക്കെ എടുത്തിട്ട് അതാകുമ്പോൾ അതിൽ നിന്ന് നല്ല വരുമാനവും കിട്ടും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നിനക്ക് ഭ്രാന്തം. ബുദ്ധിയും ബോധവും ഇല്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇമാതിരി തോന്നിവാസം ഒന്നും ഇനി ഇവിടെ നടക്കത്തില്ല. എൻ്റെ കാലം കഴിഞ്ഞിട്ട് എന്തുവന്ന് വെച്ചാൽ വേഷം കെട്ടിക്കും. രണ്ടോണത്തിനും വിവരമെന്ന് പറയുന്നതില്ല. നടക്കുക രണ്ടും കൂടെ. എടാ, കല്യാണം കഴിഞ്ഞാലെങ്കിലും ഒന്ന് ഒതുങ്ങണം, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. എൻ്റെ അമ്മ, ഞങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതേ ലൈഫൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടുപേരും പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? അവരവരെ വീട്ടിൽ തന്നെ നിന്നാ പോയി. എന്നോട് കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കല്ലേ. ടൂറ് പോലും ഫോട്ടോ ഇടലും. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. തോന്നിവാസം കാണിച്ച് നടക്കുക. ആൾക്കാർ എന്തൊക്കെയാ പറയുന്നതെന്നറിയോ? എല്ലാം കേൾക്കാൻ ഞാനും. അമ്മ, ഞാൻ ആരെ കൊണ്ട് എന്ത് പറയിപ്പിച്ചെന്നാണ്? എടാ, ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ എന്തൊക്കെയാ പറയുന്നതെന്നറിയോ? എന്തോന്ന് പറയുന്നത്? അത് പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഓരോ മനുഷ്യൻ ഓരോന്നുണ്ടാക്കി വെച്ചേക്കുന്നു. എന്താ വരൂ? എനിക്കറിഞ്ഞൂടാ. അതെ, നമ്മൾ ട്രിപ്പ് പോയി വന്നപ്പോൾ തൊട്ടേ എന്തോ ഒരു മാറ്റമുള്ള പോലെ അമ്മയ്ക്ക്. ശരിയാ, എനിക്കും തോന്നി എന്തോ ഒരു പ്രശ്നം അമ്മ അലട്ടുന്നുണ്ട്. വരൂ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച കാര്യം എന്താണെന്നറിയോ? എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും പോലെ തന്നെ എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ ഇഷ്ടങ്ങളെ മാനിക്കുന്ന ഒരച്ഛനും അമ്മയാണല്ലോ ഇവിടെ ഉള്ളതെന്ന് ആലോചിച്ചിട്ടാണ്. പക്ഷെ അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം ഇങ്ങനെ കാണുമ്പോൾ തൊട്ട് എനിക്ക് എന്തോ സഹിക്കാൻ പറ്റുന്നില്ല. ഈ എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന അമ്മായിമ്മമാരില്ലേ, അമ്മായിമ്മ പപ്പോര്, അതൊക്കെ അതുപോലെ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കൊരു എന്തോ ഒരു പേടി. ഞാനും 4 ചുമരിൻ്റെ ഉള്ളിൽ ഒതുങ്ങേണ്ടി വരും. ഇവിടെ താനിത് എന്തോന്നൊക്കെയാ പറയുന്നത്? അങ്ങനെയൊന്നും ആകത്തില്ല. ഇത് ആരോ അമ്മയോട് എന്തോ എരിവ് കയറ്റി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇതായി കാണുന്നത്. അല്ലാതെ അമ്മ തന്നോട് അമ്മായി പോരൊന്നും എടുക്കാൻ പോകുന്നില്ല. അച്ഛൻ വരട്ടെ, കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയാം. ഈ പ്രശ്നത്തിനോട് തീർപ്പുണ്ടാക്കണമല്ലോ.
ആ ഏട്ടാ, ആ ഇവിടെ ഞാൻ ഇരിക്കുകയാണ്. ഇവിടെ ഉണ്ട്. ചോറെടുക്കട്ടെ? ഞാനൊന്ന് മേലെ കഴിയിട്ട്. മതിയോ? ഓ കുറച്ച് കഴിയിട്ട്. പിന്നെ പിള്ളേരെ വന്നോ? ആ, പിള്ളേർ വന്നു. പിള്ളേർ കഴിച്ചോ? ആ, കഴിച്ചു കാണും. ഞാൻ നോക്കിയില്ല. അവർ കൊച്ചു പിള്ളേരൊന്നും അല്ല, അവരവരുടെ കാര്യം അവരവർ തന്നെ നോക്കട്ടെ. നിന്റെ മുഖം എന്താ ഇന്നിങ്ങനെ വല്ലാതിരിക്കുന്നത്? വല്ല അമ്മായിയമ്മ പോരും വല്ലതും തന്നെ? ഓ പിന്നെ, അങ്ങനെ പോരെടുക്കുന്ന അമ്മായിയമ്മയൊന്നും അല്ല ഞാൻ എൻ്റെ ധന്യമോളെയും വിദ്യമോളെയും ഒരേപോലെ തന്നെ കാണുന്നത്. പിന്നെ തെറ്റ് കണ്ടാൽ ശാസിക്കും, അതെല്ലാവരോടും അങ്ങനെയാ. ആ പിന്നെ വരുൺ എന്നെ വിളിച്ചിരുന്നു കേട്ടോ. നീ അവിടുത്തെ ട്രിപ്പ് പോകണ്ടെന്ന് പറഞ്ഞോ? ആ, പറഞ്ഞു. അതെന്തിനാ പറഞ്ഞത്? അവരുടെ സന്തോഷമില്ല നമുക്ക് നല്ല വലുത്. അങ്ങനെ പിള്ളേരുടെ താളത്തിനൊന്നും തുള്ളാൻ എന്നെ കിട്ടത്തില്ല. ഛേ, വളരെ മോശമായി പോയി കേട്ടോ. അവർക്ക് ട്രിപ്പ് പോകണമെങ്കിൽ അവർ രണ്ടുപേരും കൂടെ മാത്രം പോട്ടെ. ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ എപ്പോഴും ട്രിപ്പ് പോകുന്നത് എന്തിനാ? എപ്പോഴും ട്രിപ്പ് പോയിട്ട് എന്താ? അല്ലെങ്കിൽ പോട്ടെ, വല്ലപ്പോഴും ഒന്ന് പോയാൽ അതിലൊരു രസമുണ്ട്. ഇതെന്തോന്നാ ട്രിപ്പ്? താൻ തന്നെ അത് പറയണം കേട്ടോ. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു സിനിമ കാണാൻ പോലും എൻ്റെ അമ്മ സമ്മതിക്കാത്തപ്പോൾ താൻ എത്രമാത്രം കരഞ്ഞെന്നറിയാമോ? ഓർമ്മയുണ്ടോ എനിക്ക്? നമ്മുടെ പിള്ളേരെ ഇങ്ങനെയൊന്നും വിഷമിപ്പിക്കില്ല എന്ന് അന്ന് താൻ പറഞ്ഞു. അത് ഓർമ്മയുണ്ടോ? എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്നെങ്കിലും അത് ചേട്ടന് മനസ്സിലാവും. എന്ത് മനസ്സിലാക്കണമെന്ന് താനും തെളിച്ചു പറ. ചേട്ടാ, അത് ധന്യമോളും വരുണും ഒക്കെ കൂടെ ട്രിപ്പ് പോകുമ്പം അവൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒക്കെ തോളത്ത് കൈ വിട്ടുകൊണ്ട് നിന്ന് ഫോട്ടോ ഒക്കെ ഇടുന്നില്ലേ? അതിനെക്കുറിച്ച് ബന്ധുക്കളും മറ്റു സ്വന്തക്കാരും ഒക്കെ പലതും പറയുന്നുണ്ട്. അല്ല, ധന്യമോളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, അതെനിക്കറിയാം. അവളുടെ പ്രകൃതം അങ്ങനെ. പക്ഷേ ആൾക്കാർ അവളെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മക്കളെ പറ്റി ആരും ഒന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അവരോട് ട്രിപ്പിന് പോകണ്ടെന്ന് പറഞ്ഞത്. നിങ്ങളുടെ ആരാ പറഞ്ഞത്? സുമിത്ര. അവൾ രാവിലെ വന്നപ്പോഴാണ് പറഞ്ഞത്. ധന്യമോളെ ഒരൊറ്റ ബന്ധുക്കൾക്കും കണ്ടുകൂടാന്നാ സുമിത്ര പറഞ്ഞത്. അവൾ ഭയങ്കര ഇളക്കക്കാരിയാണെന്ന്. അപ്പോൾ അതാണ് കാര്യം അല്ലേ? അവൾ പറഞ്ഞിട്ടാണ് നീ ട്രിപ്പ് വേണ്ടെന്ന് പറഞ്ഞത്. അവൾ ആരെന്നറിയാമോ? നമ്മുടെ കുടുംബത്തിലെ പാഷാണത്തെ കൃപയാണ്. മനസ്സിലായ? അവളെ വാക്കും കേട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ സന്തോഷത്തിന് കുറയില്ലേ? നിനക്ക് അവളുടെ സ്വഭാവം പറഞ്ഞൂടി. കുത്തിത്തിരിപ്പാണ് അവളുടെ മെയിൻ ഹോബി. അതെനിക്കറിയാം ചേട്ടാ, സുമിത്രയുടെ സ്വഭാവമൊക്കെ അറിയാം. പക്ഷെ ധന്യമോളെ പറ്റി എല്ലാവരും മോശം പറയുന്നത് കേട്ടപ്പോൾ എനിക്കാകെ പ്രയാസമായിപ്പോയി. എൻ്റെ പൊന്നു ബിന്ദു, ആരും ഒന്നും പറഞ്ഞു കാണത്തില്ല. എന്തെങ്കിലും കിട്ടിയാലേ 10 ആക്കി പറയുന്നതാണ് അവളുടെ സ്വഭാവം. ചേട്ടാ, സുമിത്രയ്ക്ക് ഈ കല്യാണത്തിൽ തീരെ താല്പര്യമില്ലായിരുന്നെന്നും ധന്യമോള് ഭയങ്കര ഇളക്കക്കാരിയായിരുന്നെന്നും അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. നമ്മുടെ മോളെ പറ്റി അവൾ അങ്ങനെ പറഞ്ഞ? അവളാണ് വലിയ ഇളക്കക്കാരി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4 പ്രേമം, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5 പ്രേമം. പിന്നെ എത്രത്തോളം പ്രേമം ഉണ്ടെന്ന് അവൾക്ക് തന്നെ അറിഞ്ഞൂടാ. മനസ്സിലായ? അവൾ ഇങ്ങനെ വല്ലവൻ്റെയും കൂടെ ഒളിച്ചോടി പോകുന്നു വിചാരിച്ച് അച്ഛൻ അവളെ 18 വയസ്സാകുമ്പോഴത്തേക്ക് കെട്ടിച്ചുവിട്ടു. അങ്ങനെയുള്ളവളാണ് നമ്മളെ മോളെ പറ്റി പറയണത്. അമ്പടി കേമി, അങ്ങനെയുള്ളവളായി എൻ്റെ മോളെ കുറിച്ച് കുറ്റം പറയുന്നത് കൊള്ളാം. വിഷ്ണുവിൻ്റെ കല്യാണത്തിന് മുൻപേ വരുണിൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര കുശുമ്പുണ്ട് കേട്ടോ. കുശുമ്പിന് അവളെ കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരും അല്ല ഏട്ടാ. എന്നാലും ഒരു കാര്യമില്ലേ, അവൾ പറഞ്ഞതിലൊരു ചെറിയ കാര്യമുണ്ട്. ഈ ധന്യമോള് വരുണിൻ്റെ കൂട്ടുകാരനൊക്കെ കൂടെ തോളെ കൈയിട്ടുണ്ട് ഫോട്ടോ ഒക്കെ ഇട്ട് അത് നാട്ടുകാരെ മൊത്തം കാണിക്കാൻ എന്തോ ഇൻസ്റ്റയിൽ ഒക്കെ ഇട്ടിരിക്കുക. അതൊക്കെ മോശമല്ലേ? എൻ്റെ മോക്കല്ലേ അതിൻ്റെ മോശം? എല്ലാവരും അവളെ കുറ്റം പറയത്തുള്ളൂ. എൻ്റെ ബിന്ദു, കൂട്ടുകാരൊക്കെ ആകുമ്പോഴേ അവർ ആണെന്നോ പെണ്ണെന്നോ ഇല്ല. മനസ്സിലായില്ലേ? അവർ മനുഷ്യരായിട്ടാണ് കാണുന്നത്. അവർക്ക് പ്രത്യേകിച്ച് വിവേചനമൊന്നുമില്ല. അതൊക്കെ ശരിയാ. പക്ഷെ അപവാദം പറയുന്നവരുടെ വായ മൂടിക്കെട്ടാൻ പറ്റുമോ നമുക്ക്? പറയുന്നവർ പറയട്ടെ. അവരുടെ ചിലവിലൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് വലുത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവർ എൻജോയ് ചെയ്യട്ടെ. നമുക്ക് ഏതായാലും നമ്മുടെ കാലത്ത് പോകാൻ പറ്റിയില്ല. ആ ഗതി അവർക്ക് വരരുത്. മനസ്സിലായില്ലേ? അവർ എൻജോയ് ചെയ്യട്ടെ. നീ ഇത് പറഞ്ഞപ്പോഴേ അവരെത്രമാത്രം വിഷമിച്ചിരിക്കും. അനീഷും ജിഷ്ണുവും നമ്മുടെ കുടുംബത്തിൽ ഏത് ആവശ്യത്തിനും ഓടിയെത്തുന്നവരാണ്. വരുൺ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുന്നത് പോലെ എത്ര സ്നേഹത്തോടെയാണ് അവർ നമ്മളെ വിളിക്കുന്നത്. അസൂയക്കാർ പറയുന്നത് കേട്ട് നമ്മൾ പ്രവർത്തിച്ചാലേ അവർ സന്തോഷിക്കും, നമ്മളെ കുടുംബത്തെ കാര്യം. അത് ഓർമ്മിച്ചോണം. ഞാൻ അത്രയൊന്നും ആലോചിച്ചില്ല ഏട്ടാ. സുമിത്ര വന്ന് അങ്ങനെ ധന്യമോളെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കാകെ പ്രയാസമായി. പാവം നമ്മുടെ പിള്ളേർ ഒരുപാട് സങ്കടപ്പെട്ട് കാണുമല്ലേ? പിന്നെ ധന്യമോൾ കരഞ്ഞു എന്നാണ് വരുൺ പറഞ്ഞത്. ഷോ, പാവം പിള്ളേർ. ഞാൻ അതൊന്നും ആലോചിച്ചില്ല. കുഴപ്പമില്ല.
ഒരു കുടുംബമാകുമ്പോൾ കുറച്ച് സംസാരവും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടാകും. അത് ഊതി ഉയർപ്പിക്കാതെ അത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ നോക്കണം. മനസ്സിലായില്ലേ? അതാണ് ഒരു കുടുംബത്തിന് ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം അച്ഛനും അമ്മയും ചെയ്യേണ്ടത്. മനസ്സിലായോ? എടോ, താൻ അതും ആലോചിച്ച് ഇങ്ങനെ കിടക്കാതെ ഉറങ്ങാൻ നോക്ക്. അച്ഛനോട് നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ബാക്കി അച്ഛൻ നോക്കിക്കോളൂ. അമ്മയുടെ ഈ മാറ്റം സഹിക്കാൻ പറ്റുന്നില്ല വരൂ. നമ്മുടെ അമ്മ ഇങ്ങനെയൊന്നും അല്ല. മക്കള് കിടന്നായിരുന്നോ? ഇല്ല, ഒന്നും കഴിച്ചില്ലല്ലോ. നമുക്ക് വിശപ്പില്ലമ്മ. മോളെ, എന്താ മുഖം പാടിയിരിക്കുന്നേ? അമ്മ പറഞ്ഞത് മോക്ക് വിഷമായോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ അമ്മ? അതാണ് അമ്മയ്ക്ക് ഇത്ര ദേഷ്യം എന്നോട്. ഇല്ലടാ, മോളൊരു തെറ്റും ചെയ്തിട്ടില്ല. മോളെ, അമ്മ ഒരു പൂതന ബ്രെയിൻ വാഷ് ചെയ്തു. അതിലമ്മ വീണുപോയി. ഓ, അതാണ് സംഭവിച്ചത്. അതാരച്ചാ? വേറെ ആര്? നിന്റെ മാമി സുമിത്ര. അവളെ ഞാൻ കാണുമ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടാ. ഓ, അപ്പൊ അതാണ് അമ്മയുടെ മോന്ത കടന്നലൂത്തിയതുപോലെ ഇരുന്നത്. എന്നിട്ട് മാമി എന്തൊക്കെ പറഞ്ഞു? അസൂയയും കുശുമ്പും ഉള്ളവർക്ക് എന്താണ് പറഞ്ഞുവിടാത്തത്? അതുകളാ നിന്റെ അമ്മ. ഇനി ആര് എന്ത് പറഞ്ഞാലും ഒന്നും കുലുങ്ങൂല, അല്ലേ? ഇല്ല മോളെ, ഇനി ആരെന്ത് പറഞ്ഞാലും അമ്മ ഒട്ടും കുലുങ്ങാൻ പോകുന്നില്ല. മക്കളെ എവിടാന്ന് വെച്ചപ്പോക്കോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ സന്തോഷാ മോളെ ഞങ്ങൾക്ക് വലുത്. നാട്ടുകാരെന്തോന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, അതിലൊന്നും ഞാനിനി വീഴത്തില്ല മോളെ. ആര് വന്നാലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. സോറി മോളെ. നമുക്കറിയണ്ട, സാരല്ല, പോട്ടെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ. ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുതേ. സാരല്ല അമ്മ. അടുത്ത റൈഡിന് ഞാനും നിന്റെ അമ്മയും കൂടെ ബുള്ളറ്റില് നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്ത് കിളവന്റെ മനസ്സിലിരിപ്പ് കൊള്ളാല്ല. കിളവന് നിന്റെ അച്ഛൻ. ആരോ